ലോകായുക്തയില്ലാത്ത കടുവയെന്ന് വിമർശിച്ചവർക്ക് തിരുത്തേണ്ടി വന്നതായി ജസ്റ്റിസ് സിറിയക് തോമസ്. രഹസ്യ അജണ്ടകളുടെ ഭാഗമായാണ് ഇത്തരം പ്രശ്നങ്ങൾ നടന്നത്. ന്യായമായ എല്ലാ പരാതികളിലും നീതി ഉറപ്പാക്കാൻ ലോകായുക്തയ്ക്കായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകായുക്ത പദവിയിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്ന് നൽകിയ ഫുൾ കോർട്ട് റഫറൻസിലാണ് ജസ്റ്റിസ് സിറിയക് തോമസ് നിലപാട് വ്യക്തമാക്കിയത്. താൻ ലോകായുക്തയായി ചുമതലയേൽക്കുമ്പോൾ പല്ലില്ലാത്ത കടുവയെന്നായിരുന്നു ചിലർ പറഞ്ഞത്. പിന്നീട് ലോകായുക്ത ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ ലോകായുക്തയുടെ പല്ല് പറിച്ചെടുക്കുകയാണെന്നും ചിറകരിയുകയാണെന്നും പറഞ്ഞു. Suddenly, people seem to have realized that the Lokayukta had teeth to be plucked and wings to be clipped. The media only looks at the cases involving allegations, complaints involving allegations, where there is sensation and political dimensions. നൂറുകണക്കിന് പരാതികളാണ് തങ്ങൾ തീർപ്പു കൽപ്പിച്ചത്. ഇത് കാണാതെ ലോകായുക്തയിൽ കേസുകൾ ഫയൽ ചെയ്യുന്നത് കുറയുന്നുവെന്നാണ് ഒരു മാധ്യമം വാർത്ത നൽകിയത് പോലും. ഇതൊന്നും പരിഗണിക്കാതെയാണ് ലോകായുക്തയുടെ വിശ്വാസ്യത കുറയുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഈ കുടമുണ്ടാക്കാനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് പോലെ കേസുണ്ടോ എന്ന് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കാനായിട്ട് ഗ്രീവൻസ് ഉള്ള ആൾക്കാർ, അലിഗേഷൻ ഉള്ള ആൾക്കാർ കോടതിയിൽ പോകും. With some agenda, hidden agenda, it is being spread. That number of cases is coming down. അപ്രതീക്ഷിതമായാണ് താൻ ഈ പദവിയിലേക്ക് എത്തിയത്. തല ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി തോമസ്, ഹാരൂൺ അൽ റഷീദ്, സ്പെഷ്യൽ അറ്റോർണി അഡ്വക്കേറ്റ് ടി എ ഷാജി, അഡ്വക്കേറ്റ് എൻ എസ് ലാൽ, മുൻ ലോകായുക്ത ജസ്റ്റിസ് പയസ് സി കുര്യാക്കോസ്, ജസ്റ്റിസ് സിറിയക് തോമസിന്റെ കുടുംബാംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.